ഇവിടെ നമ്മോടൊപ്പം പ്രേക്ഷകർക്ക് വളരെ സുപരിചിതനായിട്ടുള്ള ഒരു സകലകലാ വല്ലഭൻ ചേരുന്നുണ്ട്. അദ്ദേഹം രാജ് കൈലേഷ് ചേട്ടൻ. അദ്ദേഹത്തിന്റെ മകൾ ദക്ഷയുടെ സംഘവും അവതരിപ്പിച്ച നാടക മത്സരം അല്പസമയം മുമ്പ് പൂർത്തിയായിരുന്നു. ചേട്ടാ, കണ്ടതിൽ സന്തോഷം. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? ഇപ്പൊ അല്പസമയം മുമ്പ് പൂർത്തിയായതേ ഉള്ളൂ കുട്ടിയുടെ മത്സരമൊക്കെ. മത്സരം കഴിഞ്ഞ് പുറത്തിറങ്ങിയതേ ഉള്ളൂ. നന്നായിട്ട് പെർഫോം ചെയ്തവര് മൊത്തം നാടകം എനിക്ക് തോന്നുന്നു ഇവർക്ക് ഏത് പാതിരാത്രി വിളിച്ചു ചോദിച്ചാലും അത്രയും പച്ചവെള്ളം പോലെ നാടകം അറിയാവുന്ന അത് ദക്ഷയ്ക്ക് എനിക്ക് തോന്നുന്നു നാടകത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഇതിലൊരു കുട്ടിയുടെ അനിയനോ അനിയത്തിയോ മുഴുവൻ നാടകവും കാണാപ്പാടമാണെന്നാ പറഞ്ഞ. ആർക്കാണ്? ദേവകിയുടെ അനിയത്തിക്ക് നാടകത്തിന്റെ മുഴുവൻ ഡയലോഗ്സും അറിയാം. കാരണം അത്രയും ഇവർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ജിനേഷ് സാറിനാണ്. ജിനേഷ് ആമ്പല്ലൂരാണ് ഇതിന്റെ ഡയറക്ടർ. അദ്ദേഹമാണ് ഈ കുട്ടികളെ ഈ തരത്തിൽ പരുവപ്പെടുത്തിയെടുത്തതെന്ന്. ചേട്ടനോട് ഒരു കാര്യം ചോദിക്കണം. ചേട്ടൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സകലകലാ വല്ലഭനാണ്, മജീഷ്യനാണ്, നിർമ്മിച്ച അവതാരകനാണ്, സിനിമയിലുണ്ട്, നാടകത്തിൽ കൂടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നാടകരംഗത്തും സജീവമായിരുന്നു. അതെ, ആ ഒരു സമയത്തെ ആ ഒരു ഇതും ഇപ്പോഴത്തെ ഈ കുട്ടികളുടെ അവതരണമൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് താരതമ്യപ്പെടുത്താൻ പറ്റുന്നത്? അന്ന് ശരിക്കും കലോത്സവത്തില് സംസ്ഥാന തലത്തിൽ നമ്മൾ മത്സരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ നാടകം പഠിപ്പിച്ചു തരുന്ന ചേട്ടന്മാരുണ്ട്. നമ്മുടെ ചലഞ്ച് ആർട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സമിതിയുണ്ട്, ഒരു നാടക സമിതിയാണ്. അവിടുത്തെ ചേട്ടന്മാരാണ് വന്ന് പഠിപ്പിച്ചത്. അനിൽ KP, പിന്നെ സുനിൽ കുമാർ MS, സുനിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചേട്ടന്മാരാണ് വന്ന് നാടകം പഠിപ്പിച്ചു തരുന്നത്. ഇവര് പിന്നെ ഓരോ സ്റ്റേജിലും നമ്മുടെ കൂടെ വരാറുണ്ട്. പക്ഷെ അന്ന് ഇതുപോലെയുള്ള അത്രയും സെറ്റല്ല. നമ്മൾ തട്ടിക്കൂട്ട് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ പല സ്ഥലത്തുനിന്നും പല സാധനങ്ങളൊക്കെ വാടകയ്ക്കെടുത്തും ഒക്കെയാണ് നാടകത്തിന് വേണ്ടിയിട്ട് ഇതൊരുക്കുന്നത്. മേക്കപ്പ് ചെയ്യാനായിട്ട് സ്ഥിരമായിട്ട് ഒരാൾ വരാനില്ല. അപ്പോൾ ഈ ചേട്ടന്മാരൊക്കെ തന്നെയാണ് നമ്മൾ മേക്കപ്പ് ചെയ്ത് കയറ്റുന്നത്. പണ്ട് കാവാലം നാരായണ പണിക്കരുടെ നാടകങ്ങൾ, പിന്നെ ചില ഭാസ നാടകങ്ങൾ, അങ്ങനത്തെ ചില ഓണംതുരുത്ത് രാജശേഖരൻ്റെത്, അങ്ങനെ ചെമ്പൂർ സക്കീറിൻ്റെ, അങ്ങനെ പലരുടെയും നാടകങ്ങൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുള്ള നാടകങ്ങൾ നമുക്ക് ഹൃദയത്തോട് ഒരു ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന നാടകങ്ങൾ നമ്മൾ ആ നാടകം കിട്ടുമെന്നൊക്കെ അറിഞ്ഞ് നമ്മൾ പോയി പിടിച്ച് എടുക്കുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ റെലവൻ്റായ സബ്ജക്റ്റുകൾ എടുത്ത് ചെയ്യാനുള്ള ഒരു ഭാഗ്യം, അത് കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യം അവർക്ക്. അതെ 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 ഇന്നലത്തെ പിന്നെ ഹയർ സെക്കൻഡറി ഇതിനകത്ത് നമ്മുടെ കാർമൽ സ്കൂളിൽ നിന്ന് ചെയ്തൊരു നാടകം നമ്മുടെ ഒരു സോഷ്യൽ ഇഷ്യൂ ആയിരുന്നു. അതിൻ്റെ 21ാം വാർഷികത്തിൽ നമ്മൾ മുത്തങ്ങ സംഭവം എന്ന് പറയുന്ന സംഭവത്തിൻ്റെ 21ാം വാർഷികത്തിൻ്റെ അതേ ദിവസമാണ് ചെയ്തത്. അത് കോയിൻസിഡൻസ് ആയിരുന്നു, എന്നാൽ പോലും വളരെ ഗംഭീരമായിട്ട് ചെയ്തു. സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു നാടകമാണ് അവർ ചെയ്തത്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾ ചൂസ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ അവർക്ക് അതിനുള്ള ഒരു ഇത് കിട്ടിയിട്ടുള്ളത് റെലവൻ്റ് ആയിട്ടുള്ള ഗാസയിലെ കുട്ടികളുടെ മരണം സബ്ജക്റ്റ് ആക്കിയിട്ട് നാടകം വന്നു. നാടകത്തെക്കുറിച്ച് തന്നെ ഒരു നാടകം വന്നു. അപ്പോൾ നാടകത്തിലൂടെ നമുക്ക് എന്തും പറയാം എന്നുള്ളൊരു ഐഡിയ ഇന്നലത്തെ മത്സരത്തിൽ കാണാൻ പറ്റി. ചേട്ടാ, ഈ കലോത്സവമൊക്കെ വരുമ്പോൾ ഈ നാടക മത്സരത്തിലേക്ക് ഇത്രയും വേദികൾ സജീവമാകുമ്പോഴൊക്കെ ഇപ്പോൾ ഒരു വിമർശനം പല കോണികളിൽ നിന്ന് വരുന്നുണ്ടല്ലോ, നാടകത്തിനൊക്കെ പഴയ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമുക്കിതൊരു പോസിറ്റീവായിട്ട് കാണുന്ന ഒരു വലിയ സന്തോഷം. പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റും. ഇന്ന് ഈ ഓഡിറ്റോറിയത്തിലെ ആൾക്കാരുടെ സപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നിറഞ്ഞ സദസ്സാണ്, ഒരാൾക്ക് പോലും ഇരിക്കാൻ സ്ഥലമില്ല. ചുറ്റാക ആൾക്കാർ എന്താ പറയുക, വളരെ സഹവർത്തിത്വത്തോടുകൂടി നിന്ന് കാണുന്ന കാഴ്ചയാണ്. എല്ലാ നല്ല പോയിന്റ്സിനും കയ്യടി വരികയാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് പെർഫോം ചെയ്യാനുള്ളൊരു ഇത് കൂടുകയാണ്. ഓഡിയൻസ് കുറയുന്നില്ല, ഓഡിയൻസ് നാടകത്തിന് കൂടും, ഇനിയും കൂടും ഉറപ്പായിട്ടും. ചേട്ടൻ പറഞ്ഞായിരുന്നു മാഷാണ് ഇവർക്ക് സപ്പോർട്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ, ചേട്ടനുണ്ടായിരുന്നു പഴയ ആ നാടക ഓർമ്മകളൊക്കെ വെച്ച് ഇവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ വലിയ വ്യത്യാസം ഇല്ല. എനിക്ക് തോന്നുന്നു ഒരു 5 വർഷത്തേക്ക് ഗ്യാപ്പേ നമ്മൾ ഉണ്ടാവുള്ളൂ. നമ്മുടെ അതുപോലെ നാടകം കളിച്ചുകൊണ്ടിരുന്ന ആളാണ്, തിയേറ്റർ ആർട്ടിസ്റ്റാണ്. കുട്ടികളോടൊപ്പം പ്രാക്ടീസിനൊക്കെ ചേട്ടൻ ചേർന്നിരുന്നോ? കുറേ ദിവസങ്ങളിൽ എനിക്ക് സമയം കിട്ടിയ സമയത്തൊക്കെ ഞാൻ സാറിന്റെ കൂടെ കൂടിയായിരുന്നു. അപ്പോൾ ഇനി മാഷിനെ ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടേണ്ടതുണ്ട്. മാഷും ഒന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ഈ കുട്ടികളുടെ പ്രാക്ടീസും കാര്യങ്ങളും, എത്ര നാളത്തെ തയ്യാറെടുപ്പാണ്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഏകദേശം നമ്മളൊരു ഓഗസ്റ്റിലൊക്കെ സ്റ്റാർട്ട് ചെയ്തു അല്ലേ, റിഹേഴ്സൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങളിങ്ങനെ ആഴ്ചയിൽ 2 ദിവസമൊക്കെ 3 ദിവസമൊക്കെ പ്രാക്ടീസ് പോകും. അങ്ങനെ ഇപ്പൊ ഇതുവരെ നോക്കുമ്പോൾ ഒരു 3-4 മാസത്തിന് മേലെയായിട്ട് നമ്മളിപ്പോ ഈ നാടകത്തിന്റെ. പക്ഷേ ഒരു കാര്യങ്ങളുണ്ട്, ഈ ക്ലാ ക്ലിക്ലു എന്നാണ് നാടകത്തിന് പേരിട്ടെന്ന് പറഞ്ഞു. എന്താണ് അങ്ങനെ ഒരു പേരിടാനുള്ള? പഴയ പാടുണ്ടല്ലോ, കലേഷ് പറഞ്ഞ ഒരു കലേഷ് നമ്മളൊക്കെ പഠിച്ചിരുന്ന ഒരു പാടുണ്ട്. അതായത് ക്ലാക്ക് ക്ലീ ക്ലൂ സുരേഷ് തിരിഞ്ഞു നോക്കി മുറ്റത്തൊരു മൈന എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നാണ് എന്തിനീ സുരേഷ് തിരിഞ്ഞു നോക്കിയെന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു സ്ക്രിപ്റ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ ശരിക്കും പറയുകയെന്ന് വെച്ചാൽ അത് വെറുതെ തിരിഞ്ഞു നോക്കിയതാണെങ്കിൽ പിന്നെ എന്തിനാ ഈ പാഠപുസ്തകത്തിൽ കുട്ടികൾക്ക് അതിൽ നിന്ന് എന്താ കിട്ടുന്ന ഗുണം എന്നുള്ള രീതിയിലേക്ക് എന്താണ് പഠിക്കാനുള്ളത് എന്നുള്ളത് ആ പഠിപ്പിനെ ആണ് നമ്മൾ തിരിഞ്ഞു നോട്ടങ്ങളിലേക്ക് മാറ്റുന്നത്. ജീവിതത്തിലും തിരിഞ്ഞോട്ടം ഉണ്ടാവണം.
ഓരോ മനുഷ്യനും തിരിഞ്ഞു നോക്കേണ്ടതാണ്. നമുക്ക് പുറകിൽ ആരെങ്കിലും ഉണ്ടാവും. നമ്മൾ ഏതൊരു ഹൈറ്റിലെത്തിയാലും അതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുണ്ടാവും. അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, അധ്യാപകരുണ്ടാവും, സുഹൃത്തുക്കളുണ്ടാവും. ഇങ്ങനെ കുറേ ആളുകൾ, ചിലപ്പോൾ ഓഫീസിലായാലും വർക്ക് ചെയ്യുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് പേര്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഏതെങ്കിലും വഴിയിൽ വെച്ചിട്ട് എവിടെയെങ്കിലും നമ്മളെയൊക്കെ ഒന്ന് പിടിച്ചു നിർത്തിയ ആളുകളുണ്ടാവും. അവരൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണമെന്ന് കുട്ടികളെ കൊണ്ട് ഓർമ്മിപ്പിക്കാൻ പറ്റിയ ഒരു അവസരമായി ഈ നാടകത്തിന് നമ്മൾ. കുട്ടികളുടെ പ്രാക്ടീസ് സെക്ഷനിലൊക്കെ എങ്ങനെയായിരുന്നു? ഇവർ വലിയ സന്തോഷമാണ് ഇപ്പോൾ, ഞാൻ ഇപ്പോൾ നിലവിൽ കണ്ടു. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു പ്രാക്ടീസിന്റെ സമയത്തൊക്കെ? ഇതിനോട് ചോദിക്കുന്നത് ഒരു മാഷ എന്ന നിലയിൽ എങ്ങനെ എന്താ തോന്നുന്നു? അടിപൊളിയായിരുന്നു. ഇവരുടെ അടുത്ത് വരുമ്പോൾ തന്നെ നമ്മളെത്തുമ്പോഴേക്കും ഇവർ ഫുൾ സെറ്റ് ആയിരിക്കും. പിന്നെ ആ എനർജിയിലേക്ക് അങ്ങ് എത്തും, അല്ലെങ്കിൽ മാഷിന്റെ എനർജിയിലേക്ക് പിള്ളേരെത്തും. ചീത്തൊന്നും പറഞ്ഞ് നാടകം പഠിപ്പിക്കേണ്ടി വന്നിട്ടില്ല. എന്താ അതായത് എപ്പോഴും ഭയങ്കര കമ്പനിയായിട്ട് തന്നെ ഇവരുടെ കൂടെ പോകാറ്. കാരണം ഇവര് 2ാമത്തെ വർഷമാണ്, ഇവർ പല ആളുകളും. അപ്പം ഇവരിപ്പോ നമ്മൾ വരുമ്പോഴേക്കും ഫുൾ സെറ്റായിട്ട് നിൽക്കും. പിന്നെ അങ്ങോട്ട് എന്താ പറയാ, അതിങ്ങനെ സംഭവിച്ചു പോണതാ, ഇവരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു പോവാണ്. ഇത് വിശേഷങ്ങളുണ്ട്. ദക്ഷമോള്, രാജ് കൈലാഷ് ചേട്ടന്റെ മകള് ദക്ഷമോള് ആ ഒരു സംഭവത്തെ പറ്റി, നാടകത്തിന്റെ പ്രാക്ടീസ് സെഷനും പിന്നെ ഇപ്പൊ വേദിയിലെത്തിയപ്പോഴുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന്. എന്താ പറയുക, ക്യാരക്ടറിന്റെ പേരെന്തായിരുന്നു? ക്യാരക്ടർ എങ്ങനെയായിരുന്നു? സുരേഷ്. ആ സുരേഷ് തന്നെയാണ്. ക്ലിക്കിലെ ആ സുരേഷ് ആണോ? പാഠപുസ്തകത്തിലെ സുരേഷ്. അത് പിന്നെ തിരിഞ്ഞു നോക്കിയ സുരേഷ് ദക്ഷമോളാണോ? അതത് ഈ വൈദ്യന്റെ മകൻ സുരേഷാണ്. ഈ സുരേഷാണ് ശരിക്കും സെൻട്രൽ ക്യാരക്ടർ വരുന്നത്. ഈ സുരേഷ് ആണോ തിരിഞ്ഞു നോക്കുന്നത്? അല്ല, ഈ സുരേഷിന്റെ ലാസ്റ്റ് തിരിച്ചറിവ് ഉണ്ടാവുന്ന ഈ സുരേഷിനാണ്. ഈ സുരേഷിന്റെ പ്രശ്നമാണ് നാടകം. ഇനി പറ, ദക്ഷ പറ. അച്ഛനിൽ നിന്ന് കിട്ടിയ ആ ഒരു നാടകത്തോടൊക്കെ ഉള്ള താല്പര്യമാണോ ഈ ഇതുമായിട്ട് ഇറങ്ങി തിരിച്ച് ഇങ്ങനെ സജീവമായിട്ട് ഇപ്പോ സംസ്ഥാന കലോത്സവം വരെ എത്തിയിരിക്കുന്നത്? അതെ അതെ, അത് തന്നെയാണ്. പ്രാക്ടീസിന്റെ സമയത്തും ഫ്രണ്ട്സൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാവരും. സ്കൂളിനെ പറ്റി കൂടെ, നമ്മുടെ കാർമൽ സ്കൂള് വഴുതക്കാടുള്ള ആ സ്കൂളിൽ നിന്ന് എങ്ങനെയാണ്? ഭയങ്കര എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ് കാർമൽ സ്കൂള്. അപ്പൊ അടുത്ത വർഷം കാർമൽ തന്നെ. ഈ നമ്മൾ ഡാൻസും ഇതൊക്കെ പഠിക്കുക, കലാപരിപാടികളൊക്കെ പഠിക്കാനായിട്ട് ആദ്യം കുറെ വിട്ടു. ഡാൻസ്, പാട്ടൊക്കെ ഇതൊക്കെ ചുവരുമ്പോ പന്തടിച്ച പോലെ തിരിച്ചു വന്നു. ഇവൾക്ക് ജിംനാസ്റ്റിക്സ് ആയിരുന്നു താല്പര്യം. അപ്പൊ സ്പോർട്സിലായിരുന്നു, ആർട്സിന് ഒരു സാധനത്തിന് ചേരില്ലായിരുന്നു. അപ്പോൾ ഈ അടുത്ത കാലത്താണ് നാടകത്തിൽ അഭിനയിക്കണമെന്നൊരു ഒരു ആഗ്രഹം വന്നത്. എങ്ങനെയാണ് ആഗ്രഹം വന്നത്? ചേട്ടനീ എന്നുള്ള സ്വാധീനം, ഈ മുല്ലപ്പൂമ്പടി ഏറ്റെടുക്കുന്ന. ഞാൻ മാജിക് ചെയ്യുന്ന ആളാണ്. ഞാൻ മാജിക് പഠിക്കാൻ പറഞ്ഞിട്ടില്ല, നാടകം പഠിക്കാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, ഇതുവരെ ഇല്ലായിരുന്നു. ഈ വർഷം അവൾക്ക് നാടകം കളിക്കണം എന്ന് പറഞ്ഞു. വീണ മിസ് വിളിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചേരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അപ്പൊ ദിവ്യ പറഞ്ഞു ജിംനാസ്റ്റിക്സും പഠിത്തവും 10ാം ക്ലാസ് ആണ്, അതും നാടകവും കൂടെ വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണം. ഇത് വന്നു എന്ന് വിചാരിച്ച് ദക്ഷയുടെ പഠിത്തം ഒന്നും പോകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് നാടകത്തിൽ ചേരുന്നത്. നിങ്ങളൊക്കെ എന്ത് പറയുന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലായിരുന്നു? ഇവിടുത്തെ സന്തോഷം വൈബൊക്കെ കാണുമ്പോഴത്തേക്കും ഞാനും നിങ്ങളുടെ എനർജിയിലേക്ക് വരിക. എന്ത് പറയുന്നു? അടിപൊളിയാണല്ലോ. കളഞ്ഞു പറിച്ചു എങ്ങനെയുണ്ടായിരുന്നു ക്യാരക്ടറും കാര്യങ്ങളും നാടകമൊക്കെ അവതരിപ്പിച്ചു? മത്സരം ടൈറ്റ് ആണോ? ആണ്. നമ്മുടെ ബെസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതിന് മുമ്പുണ്ടായിരുന്ന നാടകമൊക്കെ ആയിട്ട് വിലയിരുത്തുമ്പോൾ എന്താ തോന്നുന്നത്? അടിപൊളിയായിരുന്നു. നമ്മുടെ നമുക്ക് നേരെ കാണാൻ പറ്റിയിട്ടില്ല, പക്ഷെ നമ്മൾക്ക് പറ്റുന്ന പോലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തു. ബെസ്റ്റ് ആക്ട്രസ് എന്താണ്? ബെസ്റ്റ് ഒരു മികച്ച നടി എന്ന രീതിയിൽ അവിടെ വിജയിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെയും മികച്ച പെർഫോം കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല, എന്നാലും എനിക്ക് ഉറപ്പാണ്. കണ്ട ആള് പറയുന്നുണ്ട് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഞാൻ എന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. എനിക്ക് പ്രാക്ടീസ്. ക്യാരക്ടർ എന്തായിരുന്നു? രാധാമണി എന്നായിരുന്നു. ഈ സുരേഷിനെ തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിച്ച രാധാമണി? അയ്യോ അല്ല, സുരേഷ് ഒരു ചൊറി ക്യാരക്ടറാണ് ബേസിക്കലി. പക്ഷെ സുരേഷിനെ ഇതിനൊക്കെ എത്തിക്കുന്ന ഞാനാണ് കേട്ടോ. വഴിത്തിരിവ് ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടറാ? അങ്ങനെയല്ല, ഒരു സുരേഷിന്റെ അയൽവാസിയായിട്ട് ഒരു കുട്ടിയാണ്. എന്താ പറഞ്ഞ, ഞാൻ നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടി, ഇത് പഠിക്കാത്തൊരു കുട്ടി. അപ്പൊ അപ്പോ 2 ഡയലോഗ് എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാവരും ഒക്കെ ചേർന്ന്. എവിടെയൊക്കെ എത്തിയാലും എത്രയൊക്കെ വളർന്നാലും നമ്മളൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണ്ടേ. ഇത് കേട്ടിട്ട് എനിക്കും തിരിഞ്ഞു നോക്കാൻ തന്നെയാണ് തോന്നുന്നത്. കഴിഞ്ഞ കാലത്തിലേക്ക് ഞാൻ ചെയ്ത കാര്യങ്ങളിലേക്കൊക്കെ എനിക്കും തിരിഞ്ഞു നോക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഈ സോപാനം ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോൾ എനിക്കും പ്രേരണ ഉണ്ടാകുന്നത്. എന്തായാലും രാജ് കൈലാഷ് ചേട്ടന് ഒരുപാട് സന്തോഷം. ഈ ഒരു യുവതലമുറയെ ഇങ്ങനെ ഈ ഒരു നാടകത്തിലേക്കൊക്കെ എത്തിച്ചതിനും അവർക്കൊരു പ്രോത്സാഹനം കൊടുത്തുകൊണ്ടൊക്കെ രാജ് കൈലാഷ് ചേട്ടനും ഒപ്പമുണ്ട്. ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം സോപാനം ഓഡിറ്റോറിയത്തിന് മുന്നിൽ നിന്നും മിഥുൻ മുരളി.